വെൽക്കം ടു Rahnasvlog. ഇന്നൊരു അടിപൊളി മിന്നാമിന്നി കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി വേണ്ടത് ഒരു LED ലൈറ്റാണ്. ഈ LED ലൈറ്റ് എനിക്ക് കിട്ടിയത് sugarfills മഞ്ചേരിയിൽ നിന്നാണ്. അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ ഒരു LED ലൈറ്റ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് കേക്കിൻ്റെ മുകൾ ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേക്കിനെ നമുക്ക് മിന്നാമിന്നി കേക്ക് തന്നെ വിളിക്കാം. അതിനുവേണ്ടി LED ലൈറ്റിന് ഒന്ന് റൗണ്ടാക്കി ചുറ്റിയെടുക്കുന്നുണ്ട്. ഏകദേശം റൗണ്ടാക്കി ചുറ്റിയെടുത്താൽ തന്നെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഈസി ആയിരിക്കും. ഈ LED ലൈറ്റിൻ്റെ കുറച്ച് വലിയ സൈസാണ് എടുത്തതെങ്കിൽ അതിൻ്റെ സൈഡിലൂടെ ചുറ്റിക്കഴിഞ്ഞാൽ ഒന്നും കൂടെ ഹിറ്റായിരിക്കും കേക്ക്. ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ സൈഡിൽ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് ക്രീം തേക്കുന്നുണ്ട്. ഫോട്ടോസിന് വേണ്ടി മാത്രം കേക്ക് കട്ട് ചെയ്യുന്നവരാണെങ്കിൽ പോലും ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് നമ്മൾ ഫിറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല ഈ ഒരു കേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ. കാരണം അത്രയ്ക്കും ഹൈലൈറ്റ് ചെയ്ത് നമ്മുടെ കേക്ക് കാണിക്കുന്നുണ്ട്. പിന്നെ മുകളിലായിട്ട് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ക്രീം കോട്ട് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഈ ഒരു കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എന്തെന്ന് വെച്ചാൽ നമ്മളെ ക്രീമിൽ ഈ ഒരു LED ലൈറ്റ് ഒന്ന് ഫിറ്റ് ആയിരിക്കാൻ വേണ്ടിയാണ്. LED ലൈറ്റിൻ്റെ ഓൺ ആക്കുന്ന ഭാഗം നമ്മൾ താഴേക്ക് വലിച്ച ശേഷം ബോർഡിൽ വെച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കുന്ന സമയത്ത് തന്നെ ക്യാമറ ഓഫ് ആയിട്ടുണ്ടായിരുന്നു. ഫ്രോസ്റ്റിങ് കഴിഞ്ഞാൽ LED ലൈറ്റിൻ്റെ ഓരോ ഭാഗങ്ങളും മുകളിൽ കാണാൻ പറ്റുന്നുണ്ടാവും നിങ്ങൾക്ക്. ഇതൊരു ചെറിയ LED ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ വെളിച്ചം മുകളിലേക്ക് ഓവറായിട്ട് കാണില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെറിയ തോതിൽ മുകളിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തത്. ഇനി നിങ്ങൾ വലിയ ലൈറ്റാണ് വാങ്ങുന്നതെങ്കിൽ ഈ ലൈറ്റിൻ്റെ ഭാഗങ്ങൾ കാണാതെ തന്നെ മുഴുവനായിട്ടും ക്രീം നല്ല കട്ടിയിൽ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നന്നായിട്ട് ലൈറ്റ് എഫക്റ്റ് ചെയ്ത് കാണാൻ പറ്റും. ഇനി ഞാൻ നേരത്തെ എയർ ബ്രഷിൽ സെറ്റ് ചെയ്ത് വെച്ച എയർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴെ ഭാഗത്ത് മാത്രമാണ് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ബാക്കി ബോർഡിലായ ഭാഗങ്ങളൊക്കെ ഞാൻ ക്ലീൻ ആക്കിയെടുത്തു. ത്തിൻ്റെ ഷേപ്പിന് വേണ്ടിയിട്ട് റൗണ്ട് നോസിലെടുത്ത് ഇങ്ങനെ ചുറ്റി കൊടുത്തു. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഫോണ്ടൻറ്റിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. എന്നാൽ അത്യാവശ്യം കാണാൻ കുഴപ്പമില്ലാത്ത ഭംഗിയും ഈ ഒരു ക്രീം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുകയും ചെയ്യും. പിന്നെ സെൻറ്ററിലായിട്ട് നെയിമും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫോണ്ടൻറ്റിൽ എങ്ങനെ നെയിം എഴുതാം എന്നതിൻ്റെ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ കേക്കിൻ്റെ പ്രത്യേകത സ്പെഷ്യലി ഇരുട്ടത്ത് നിന്നും നമ്മുടെ കേക്ക് മിന്നാമിന്നി പോലെ മിന്നുന്നതാണ്. അതുപോലെ ഇരുട്ടത്ത് നിന്ന് തന്നെ ആരുടെ ബർത്ത്ഡേയാണ് അവരുടെ മുഖം കേക്കിൻ്റെ മുകളിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് മിന്നുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റും. ഒരു യൂണിക്കോൺ തീം കേക്ക് ആയതുകൊണ്ട് തന്നെ ഒരു യൂണിക്കോണിൻ്റെ കളർഫുള്ളായിട്ടുള്ള ഒരു സ്റ്റിക്ക് കൊടുത്തു. ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ള സ്റ്റിക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് കേക്ക് ഓവർ ഡെക്കറേഷൻസിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. മേഘക്കൂട്ടത്തിലെ ഒരു കുഞ്ഞു സ്റ്റാറും അതുപോലെ ആകാശത്തിൻ്റെ ലൈറ്റിൽ ഒരു വലിയ സ്റ്റാറും വെച്ചു. ഈ ഒരു കേക്കിന് നേരത്തെ പറഞ്ഞ പോലെ സൈഡിലും കൂടെ LED ലൈറ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം കിഡുമായി. ഫൈനലി നമ്മുടെ കേക്ക് ലൈറ്റ് കത്തിച്ച ശേഷം എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരുപാട് അടിപൊളിയായിട്ടുള്ള കേക്ക്സും റെസിപ്പിയും അതുപോലെ ഡെക്കറേഷൻസും കാണാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇരുട്ടത്ത് നിന്നുള്ള നമ്മുടെ കേക്കിൻ്റെ കാഴ്ചയാണിത്. അപ്പോൾ എല്ലാവർക്കും എന്താണ് അഭിപ്രായം? അടിച്ചു പൊളിച്ചില്ലേ നമ്മുടെ ഈ കേക്ക്? അപ്പോൾ എല്ലാവർക്കും ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.